അമേരിക്കൻ പ്രതിരോധം തകർന്ന് ജോർദാനിൽ 2 സൈനികർ കൊല്ലപ്പെടുകയും ഒരാളെ കാണാതായതും സ്ഥിരീകരിച്ചു. 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും ഏറെക്കുറെ അമേരിക്കയുടെ സൈനിക മേധാവികൾ തന്നെ സ്ഥിരീകരിച്ച റിപ്പോർട്ട് പുറത്തു വിട്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ അമേരിക്കൻ സൈനികർക്ക് ഏതെങ്കിലും തരത്തിൽ പരിക്കേൽക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായാൽ, അല്ലെ മരണപ്പെടുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായാൽ ഒരിക്കൽ പോലും അവർ പറയാറില്ല എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇത് വളരെ കൃത്യതയോടുകൂടി വീഡിയോ സഹിതം ഇറാൻ പുറത്തു വിട്ടതിന് ശേഷമാണ് സ്ഥിരീകരണ റിപ്പോർട്ട് പുറത്തു വന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അവരവരുടെ സൈറ്റിൽ ഇത് അപ്ലോഡ് ചെയ്യുകയും കൊല്ലപ്പെട്ട സൈനികരുടെ വിവരങ്ങൾ തങ്ങൾ തൽക്കാലത്തേക്ക് പുറത്തു വിടുന്നില്ല, അത് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായതിനാൽ പിന്നീട് അതേക്കുറിച്ച് പറയാം എന്നാണ് സൈനിക കമാൻഡറുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. 2026 ശേഷം ഇതാദ്യമായിട്ടാണ് അമേരിക്കയുടെ സൈനികരെ ഇറാൻ കൊലപ്പെടുത്തിയത്, അതല്ലെങ്കിൽ അമേരിക്ക ഇത് സ്ഥിരീകരിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വ്യാപകമായി ബാലിസ്റ്റിക് ആക്രമണം നടന്നു എന്നുള്ളതും പ്രതിരോധം അപ്പാടെ തകർന്നു എന്നതിനാൽ ഈ മേഖലയിൽ വലിയ തീപിടുത്തങ്ങളും ആക്രമണങ്ങളും വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും വലിയ മരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. സൈനികർക്ക് പരിക്കേറ്റ റിപ്പോർട്ട് പുറത്തു വന്നതിനോടനുബന്ധിച്ച് തന്നെ മരണ റിപ്പോർട്ട് പൂഴ്ത്തി വെക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു. പിന്നീട് ഒരിക്കൽ പോലും അത് പൂഴ്ത്തി വെക്കപ്പെടുന്നതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ അത് ഇവരെ ബാധിക്കും. അത് അമേരിക്കക്കകത്തുള്ള അവരുടെ ബന്ധുക്കൾ പല ഘട്ടങ്ങളിലായി അമേരിക്കൻ സൈനികരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാറുണ്ട്. തങ്ങളുടെ സൈനികരുടെ സ്ഥിതി കാര്യങ്ങൾ എങ്ങനെയാണ്, അവരുടെ ആരോഗ്യാവസ്ഥകൾ എങ്ങനെ പോകുന്നു എന്നതുമായി ബന്ധപ്പെട്ട വലിയ അന്വേഷണ കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഇവരെക്കുറിച്ച് വിവരങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നീട് അമേരിക്ക അല്ലെങ്കിൽ അവരുടെ സൈനിക മേധാവികൾ കള്ളത്തരം ചെയ്തു എന്ന് പറയേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇത് പറയപ്പെട്ടത് എന്ന് അനുമാനിക്കാൻ പറ്റുന്നതാണ്. അമേരിക്കയ്ക്ക് മറക്കാനാകാത്ത തിരിച്ചടി കൊടുക്കും എന്ന് ഇറാൻ്റെ ഈ ആത്മീയ നേതാവ് മുജ്തബ അലി ഖംനായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രസ്താവനയിൽ പറഞ്ഞതാണ്. തങ്ങളുടെ ജീവിത സൗകര്യങ്ങൾക്ക്, ഉപാധികൾക്ക്, ഈ ആശുപത്രി, പാലം, കരണ്ട്, വെള്ളം പോലെയുള്ള സംവിധാനങ്ങൾക്ക് നേരെ ഏത് തരത്തിലുള്ള ആക്രമണം നടത്തിയാലും അതിനുള്ള തിരിച്ചടി ഭയാനകരമായ രീതിയിൽ തന്നെ അമേരിക്ക അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ സംവിധാന കാര്യങ്ങൾ തങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. അപ്പോൾ ഇപ്പോൾ പറയുന്നത് പാട്രിയറ്റ് താഡ് സിസ്റ്റങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, റഡാർ സംവിധാനത്തിൽ നിരീക്ഷണം നടത്തിയിരുന്നു, ഒന്നും കാര്യം ഉണ്ടായിട്ടില്ല. അവർ നേരെ സ്ട്രൈറ്റായിട്ട് വരുന്നു, ആക്രമണം നടത്തുന്നു, ലക്ഷ്യം കാണുന്നു. ഈ രീതിയിലേക്ക് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇറാൻ്റെ സിസ്റ്റം തന്നെ മാറിയിരിക്കുന്നു. ട്രംപിൻ്റെ ഒപ്പിനൊക്കെ ഇപ്പോൾ പുല്ല് വിലയാണ്. മറക്കാനാകാത്ത 8 ദിനങ്ങളാണ് അമേരിക്കക്കുണ്ടായത്. തങ്ങൾക്ക് നേരെ നടത്തിയിരിക്കുന്ന എല്ലാ ആക്രമണത്തിനും അതിന് ഇരട്ടി പകരം തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഇറാൻ്റെ ഭാഗത്തു നിന്ന് റിപ്പോർട്ടും പുറത്തു വന്നു. ഉത്തരവാദിത്തം IRGC ഏറ്റെടുത്തു. തങ്ങളാണത് ചെയ്തത് എന്ന് മാത്രമല്ല, വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇതിനേക്കാൾ കനത്ത രീതിയിലുള്ള ആക്രമണം ഉണ്ടാകും എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. മോഫക് സാൾട്ടി എയർബേസ്, അത് ജോർദാൻ്റെ കിഴക്ക് ഭാഗത്തുള്ള അൽ അസ്രഖ് എന്ന് പറയുന്ന പ്രവിശ്യയുടെ ഭാഗത്താണ്, അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ ഭാഗത്താണ് ഇത് പ്രവർത്തിക്കുന്നത്. MSAB എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് ഈ ആക്രമണം നടത്തിയത്. ഈ പറയപ്പെട്ട മുസവ്വക് സാൾട്ടി എയർബേസിനെ സംബന്ധിച്ചിടത്തോളം ജോർദാനിലുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയ എയർബേസാണ്. അതിൽ 10,000-ലധികം സൈനികർ നിത്യ കാവൽ പോരെ, അല്ലെങ്കിൽ അവർ സ്ഥിരമായ രീതിയിൽ തന്നെ അവിടെ സേവനം ചെയ്യാറുണ്ട്. അത് യുദ്ധം പോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ 4 ഇരട്ടിയോളം, അത് 10,000 ആണെങ്കിൽ ഒരു 50,000 അല്ലെങ്കിൽ 40,000 ആ റേഞ്ചിൽ വരാറുണ്ട്, വന്നു പോകും. അങ്ങനെയൊക്കെ ഒരു നിരീക്ഷണ രീതിയാണ് അവിടെ ഉണ്ടാവാറുള്ളത്. ജോർദാൻ ഗവൺമെൻറ്റിന് ഈ പറയപ്പെട്ട ബേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇങ്ങോട്ട് വരുന്ന വിമാനത്തെക്കുറിച്ചോ തിരിച്ചു പോകുന്നതിനെക്കുറിച്ചോ അവിടെ നടക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചോ അന്വേഷിക്കാൻ അവർക്ക് സാധിക്കില്ല. ആ രീതിയിലാണ് അതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ ഉള്ളത്. ജോർദാൻ അത്ര വലിയ സൈനിക ശക്തിയുള്ള രാജ്യമൊന്നും അല്ലല്ലോ. അപ്പോൾ ഈ ബേസിനെ സംബന്ധിച്ചിടത്തോളം ജോർദാൻ എന്ന് പറയുന്ന രാജ്യത്ത് അമേരിക്കയ്ക്കുള്ള ഏറ്റവും കൂടുതൽ ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും കവചിത വാഹനങ്ങളും ടാങ്കുകളും അടക്കമുള്ള വലിയ സംവിധാനങ്ങൾ ഇവിടെയാണുള്ളത്.
അത് ഭൂമിക്കടിയിലും ഭൂമിക്ക് പുറത്തുമായ രീതിയിൽ അവരതിനെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. ഇതിൻ്റെ രഹസ്യങ്ങൾ അപ്പാടെ ചോർന്നു പോയിട്ടുണ്ട് എന്നുള്ളതും ഇത് ഇറാൻ്റെ കൈവശത്തിൽ കിട്ടിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ ഇതിനിടെ പുറത്ത് വരികയും അതോടനുബന്ധിച്ച് കുറച്ചെങ്കിലും അവിടെ നിന്നുള്ള ഈ യുദ്ധ സാമഗ്രികളും സംവിധാനങ്ങളും മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതെങ്ങോട്ടാണ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. അത് 2025 സജീവമാണ്, 2026 ആദ്യഘട്ടത്തിലും സജീവമാണ്. ഫെബ്രുവരി മാസത്തിലാണ് ഈ ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ സംയുക്ത ആക്രമണം ഇറാന് നേരെ ഉണ്ടാകുന്നത് 28-ാം തീയതി. മാർച്ച് ആദ്യ വാരത്തോടു കൂടി തന്നെ അവിടുന്ന് പരമാവധി മാറ്റപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ചിലതൊക്കെ മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ. യുദ്ധ സാമഗ്രികളൊക്കെ പെട്ടെന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ അത് വിഷയമാണ്, സുരക്ഷയെ ബാധിക്കും. മാത്രമല്ല ഈ പബ്ലിക് റോഡിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് അത് തകർക്കപ്പെടാൻ സാധ്യതയുണ്ട്. കപ്പലിലൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങനെ തകർക്കപ്പെടാൻ സാധ്യതയുണ്ട്. കാര്യം ഈ മേഖല വലിയ രീതിയിലുള്ള നിരീക്ഷണത്തിന് ഇറാൻ വിധേയമാക്കുന്നു എന്നതിനാൽ അതിന് അമേരിക്കക്ക് വലിയ ഭയമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന ഒരു പ്രസ്താവന എന്ന് പറഞ്ഞാൽ നിലവിലെ ജോർദാനിലെ എയർബേസ് അതേ പേരിൽ അമേരിക്ക ഉപയോഗിക്കുന്നു. ഇത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ജോർദാൻ്റെ താല്പര്യങ്ങൾക്ക് നേരെ തങ്ങൾ ആക്രമണം നടത്തും. അഥവാ അമേരിക്ക ഇപ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പല മേഖലകളിലും അമേരിക്കയുടെ എയർബേസിന് അവർ തന്നെ ഏതെങ്കിലും ഒരു അറബി പേരിനോടൊപ്പം അമേരിക്കൻ എയർബേസ് എന്ന് എഴുതാറുണ്ട്. ഇതിപ്പോൾ അമേരിക്ക ജോർദാനിൽ എഴുതുന്നില്ല. പകരം ജോർദാൻ്റെ പേരിൽ ജോർദാൻ്റെ ഏതെങ്കിലും മരണപ്പെട്ട ഭരണാധികാരികളുടെ ഓർമ്മയ്ക്കായിട്ട് എയർപോർട്ടുകൾ സ്ഥാപിക്കുകയും അതേ എയർപോർട്ട് അമേരിക്ക കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ തുടരുന്നത്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് അത് ജോർദാൻ്റെ എയർപോർട്ടാണ് എന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ എയർബേസ് ആണെന്ന് മനസ്സിലാവും. അപ്പോൾ പിന്നെ മറ്റു രാജ്യങ്ങൾ ആക്രമിക്കാത്തൊരു സ്ഥിതി വരും. ആ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ഏറെക്കുറെ ഇപ്പം കൃത്യമായിരിക്കും. ഇനി ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം അവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ അവരുടെ ബേസിന് അവരുടെ പേര് തന്നെ കൃത്യമായിട്ട് വെച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടിസ്ഥാന മേഖലയെയും തങ്ങൾ ആക്രമിക്കും. കാരണം ഞങ്ങൾക്ക് അമേരിക്ക മാത്രമാണ് ലക്ഷ്യം, ശത്രുവായിട്ടുള്ളത്. ജോർദാൻ ഞങ്ങളുടെ ശത്രു രാജ്യമല്ല, അവിടുത്തെ ജനങ്ങളും ശത്രുക്കളല്ല. അപ്പോൾ അവരെ ആക്രമിക്കരുത് എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ സൃഷ്ടിക്കരുത് എന്ന് മാത്രം. മിസൈലും ഡ്രോണും ഉപയോഗിച്ചുകൊണ്ട് ഒരേ രീതിയിൽ ആക്രമണം നടത്തിയപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ആക്രമണം നടന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പാട്രിയറ്റും താടനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അയൺ ഡോമും ഉണ്ട് എന്ന് പറയുന്നത്, അത് ഇസ്രായേലിൻ്റെ നിർമ്മിതമാണ് അയൺ ഡോം പ്രതിരോധ സംവിധാനം, അതും ഉണ്ട് എന്ന് പറയുന്നു, സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇവർ വലയം ചെയ്തുകൊണ്ടൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ പോലും നിരന്തരം ഈ പറയപ്പെട്ട മിസൈലിനോടൊപ്പം ഡ്രോണുകൾ വന്ന സമയത്ത് പ്രതിരോധ സംവിധാനം തന്നെ കൺഫ്യൂഷനാവും എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അങ്ങനെ അതിൽ നിന്ന് യഥാർത്ഥത്തിൽ പ്രതിരോധം തകർന്നുകൊണ്ടാണ് ആക്രമണം നടത്തിയെന്ന് ചുരുക്കം. F-35, F-15E, F-16 പോലെയുള്ള അത്യാധുനികമായിരിക്കുന്ന യുദ്ധവിമാനങ്ങളും MQ-9 റീപ്പർ ഡ്രോണുകളും KC-135 ഇന്ധനം നിറക്കുന്ന വിമാനങ്ങളും ഇവിടെ തകർന്ന ലിസ്റ്റിലാണ് ഇറാൻ്റെ പ്രസിദ്ധീകരണങ്ങൾ പറയുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അത് നിസ്സാരമൊന്നുമല്ല. ബാലിസ്റ്റിക് മിസൈലാണ് ഉപയോഗിച്ചതെങ്കിലും ഇപ്പോൾ പറയുന്നത് ഈ നിത്യേന അല്ലെങ്കിൽ ഇവർ പല മേഖലകളിലും ഇസ്രായേലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, അറേബ്യൻ രാജ്യങ്ങൾ ഉപയോഗിച്ച ബാലിസ്റ്റിക് മിസൈൽ അങ്ങനത്തതല്ല ഇപ്പോൾ ഉപയോഗിച്ചത്. ഇത് കുറച്ചും കൂടി കാഠിന്യം കൂടുന്നതും വേഗത കൂടുന്നതും വളരെ ഞൊടിയിടയിൽ തന്നെ ആക്രമിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിർമ്മിതികൾ ആ രീതിയിൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് പറയുന്നു. ഇപ്പോഴത്തെ സാഹചര്യ രീതികളൊന്നും ശരിക്കും പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ അമേരിക്കക്ക് പോലും വ്യാഖ്യാനിക്കാൻ അല്ലെങ്കിൽ വിശദീകരിച്ച് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു കൃത്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോരോ കാര്യങ്ങളും 1 by 1 ആയിട്ട് IRGC ഇപ്പോൾ പുറത്ത് പറഞ്ഞിരിക്കുകയാണ്. ഏത് തരത്തിലാണെങ്കിലും മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അമേരിക്കയുടെ സർവാധിപത്യം തകരാതെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ അവസാനിക്കില്ല. ഇപ്പോൾ മധ്യസ്ഥരൊക്കെ സൈലൻ്റാണ്, അവർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ട്രംപിൻ്റെ ഒപ്പിന് പുല്ലിൻ്റെ വില പോലും ഇല്ല എന്നുള്ളതാണ്. ഒരു അമേരിക്കയുടെ പ്രസിഡന്റ് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കരാർ വ്യവസ്ഥയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അത്
പാലിക്കണം എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. ഇല്ലെങ്കിൽ അവർക്കെതിരെ പോലും നടപടി എടുക്കാൻ മാത്രം കെൽപ്പും ശക്തിയുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് അവർ കരാറുണ്ടാക്കി ആ കരാറിനെ അവർ തന്നെ ലംഘിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ പിന്നെ മറ്റുള്ളവർക്കൊന്നും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ പോലും ഇല്ല എന്നാണ്. 2 മാസത്തേക്ക് നീണ്ട കരാർ വ്യവസ്ഥ പെട്ടെന്ന് അത് റദ്ദാക്കുന്നു, അതിലേക്ക് റദ്ദാകുന്നു. കാരണം കരാർ വ്യവസ്ഥ പ്രകാരം ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന്റെ അനുവാദമുള്ള കപ്പലുകൾക്ക് മാത്രമേ കടന്നു പോകാവൂ എന്ന് കരാർ വ്യവസ്ഥയിൽ ഉണ്ടാക്കുകയും പിറ്റേ ദിവസം തന്നെ അമേരിക്ക നേതൃത്വം നൽകിക്കൊണ്ട് ആ മേഖലയുടെ കപ്പലിനെ കടത്തിവിടാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പാലിക്കപ്പെടുന്നില്ലെങ്കിൽ പിന്നെ ഇതിന് ഇരുന്ന് കൊണ്ട് സംസാരിക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനമില്ല എന്നുള്ളതാണ് മധ്യസ്ഥരുടെ അഭിപ്രായം. ഏതായിരുന്നാലും ജോർദാനിൽ നേരെ ഇറാൻ നടത്തിയിരിക്കുന്ന ആക്രമണത്തിൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് അത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഗൗരവകരമായിരിക്കുന്ന കാര്യമാണ് എന്നുകൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു.